കൊല്ലത്ത് UDF ബഹുദൂരം മുന്നിലെന്ന റിപ്പോർട്ട് മെഗാ പ്രീപോൾ സർവേ. NK പ്രേമചന്ദ്രൻ MPയുടെ വ്യക്തിപ്രഭാവത്തിൽ മണ്ഡലം UDF നിലനിർത്തുമെന്ന് വോട്ടർമാർ അഭിപ്രായപ്പെടുന്നു. ഇടത് മനസ്സാണെങ്കിലും LDFിലേക്ക് മണ്ഡലം ചായില്ലെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. NDA നില അല്പം മെച്ചപ്പെടുത്തുമെന്നും സർവേയിൽ പങ്കെടുത്തവർ പറയുന്നു. അഞ്ചാം വട്ടവും മത്സരത്തിനിറങ്ങുമ്പോൾ NK പ്രേമചന്ദ്രനൊപ്പമാണ് കൊല്ലത്തിന്റെ മനസ്സ്. വളരെ മികച്ച പ്രവർത്തനമാണ് MP എന്ന നിലയിലെന്ന് സർവേയിൽ പങ്കെടുത്ത പകുതിയിലധികം പേരും വിലയിരുത്തി. മികച്ചതെന്ന് 20.6%, ശരാശരിയെന്ന് 17.1% അഭിപ്രായപ്പെട്ടു. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമാണ് മികവ്. 36.3% അഭിപ്രായപ്പെടുന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് 25.4% പേരും വോട്ട് രേഖപ്പെടുത്തി. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമാണ് കൊല്ലത്തുകാരെ സംബന്ധിച്ച് 36% ആളുകൾക്കും തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം. രണ്ട് പ്രമുഖരെ പരീക്ഷിച്ചതാണ്. MA ബേബിയെ പരീക്ഷിക്കുന്നു, KN ബാലഗോപാലിനെ പരീക്ഷിക്കുന്നു. രണ്ടുപേരും തോറ്റ ഇടത്തേക്ക് അതിനേക്കാൾ മികച്ചത് അതുക്കും മേലെ ആരുവരും. വ്യക്തിത്വം, സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൊല്ലത്തെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം. സർവേയിൽ പങ്കെടുത്ത പകുതിയിലധികം പേരും NK പ്രേമചന്ദ്രനെ തളയ്ക്കാൻ LDFനാകില്ല എന്ന് കരുതുന്നു. 53.1% UDF നിലനിർത്തുമെന്ന് കരുതുന്നു. LDFന് 33.4% പേർ വിജയസാധ്യത കൽപ്പിക്കുന്നു. BJP വോട്ട് വിഹിതം ഉയർത്തുമെന്ന് 12.9% പേരും കരുതുന്നു. 20% വോട്ട് ഡിഫറൻസ് ആദ്യഘട്ടത്തിൽ തന്നെ കൊല്ലം മണ്ഡലത്തിൽ കാണുന്നു. ചെറിയൊരു കണക്കല്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. കുണ്ടറ മണ്ഡലം മാത്രമാണ് UDFനുള്ളത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളും LDFനോടൊപ്പമാണ്. അതിൽ BJP രണ്ടാമതെത്തിയ ചാത്തന്നൂർ കൂടിയുണ്ട്. ഗോപകുമാറിന് രണ്ടാം സ്ഥാനമായിരുന്നു. 30,000-ലധികം വോട്ട് നേടിയിരുന്നു അവിടെ. അപ്പോൾ നിർണായകമായ ഒരു മണ്ഡലമാണ്. ഹിന്ദു വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ KK ശൈലജ മുഖ്യമന്ത്രിയാകണമെന്നാണ് കൊല്ലം മണ്ഡലത്തിലുള്ളവരുടെ ആഗ്രഹം. MLA-മാരെ ഇറക്കിയുള്ള LDF പരീക്ഷണം വിജയിക്കില്ല എന്നാണ് സർവേ നൽകുന്ന സൂചന. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥിയെത്തിയാൽ മാത്രമേ കൊല്ലത്ത് LDFനും NDAയ്ക്കും ജയിച്ചു കയറാനാകൂ. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.